അങ്ങനെ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഒരുക്കങ്ങളും ആഘോഷങ്ങളുമൊക്കെ എവിടെ വരെ എത്തിയെന്നറിയാൻ നമ്മൾ ഇന്നുള്ളത് ആലപ്പുഴയിലാണ്. ഒരു സ്ഥലത്ത് ഒരു ഇവന്റ് നടക്കുമ്പോൾ ആ ഒരു ഇവന്റിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥലം ഏതായിരിക്കും? അത് ആ നാട്ടിലെ ഒരു ഭക്ഷണശാലയിലായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എവിടെ അങ്ങനെ ഒരു ഭക്ഷണശാല ഉള്ളത്? അങ്ങനെ ഒരു ഭക്ഷണശാലയുണ്ട്, അതാണ് സുഭാഷ് ഹോട്ടൽ. അതെ, സുഭാഷ് ഹോട്ടൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ചുങ്കത്തുള്ള ഏറ്റവും ഫേമസ് ഹോട്ടലാണ് സുഭാഷ് ഹോട്ടൽ. അപ്പൊ നമുക്ക് വള്ളംകളിയുടെ വിശേഷങ്ങൾ അറിയാം, ഒപ്പം ഭക്ഷണവും കഴിക്കാം. വാ. അപ്പം വള്ളംകളിയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആലപ്പുഴക്കാരായ വള്ളംകളിയുടെ ആരാധകരായ സുധീറേട്ടൻ, മനോജേട്ടൻ, പുഷ്പേട്ടൻ, അങ്ങനെ എല്ലാ ചേട്ടന്മാരും ഉണ്ട്. നമുക്ക് ചേട്ടന്മാരുടെ അടുത്ത് ചോദിക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന 2 ദിവസത്തിന് ശേഷം വരാൻ പോകുന്ന വള്ളംകളിയുടെ വിശേഷങ്ങൾ. ചേട്ടാ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ലത്. നല്ല എന്തായി വള്ളംകളി ഒരുക്കങ്ങൾ? ഇത്തിരി വിശേഷമുണ്ട്. വള്ളംകളി ദുരന്തത്തിന് ശേഷം വള്ളംകളി മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആപ്പാ ഡെസ്പായി. വള്ളംകളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രക്തമാണ്. ആ സംഭവമില്ലെങ്കിൽ കുട്ടനാടൊന്നുമില്ല. അതുകൊണ്ട് മാത്രമാണ് ആലപ്പുഴയൊക്കെ പിടിച്ചു നിൽക്കുന്നത്. പല കാര്യങ്ങളും വള്ളംകളി ഉള്ളതാണ് ടൂറിസം ഉണ്ടാകുന്നത്. കഴിഞ്ഞ മാസത്തിൽ ടൂറിസത്തിൽ എത്ര ബോട്ടും എത്ര ക്യാൻസലായി പോകുന്നത്, എന്തുമാത്രം നഷ്ടങ്ങളാണ് ഉണ്ടായത്. എന്നെപ്പോലെ ചെറിയ കച്ചവടക്കാർ, ഹൗസ് ബോട്ടിൽ ഓടുന്ന ആൾക്കാർ, കരിക്കിടുന്ന ആൾക്കാർ, ശിക്കാര വെള്ളം ഓടിക്കുന്ന ആൾക്കാർ, അതൊക്കെ ഈ വള്ളംകളി ഉണ്ടെങ്കിൽ മാത്രമേ അതുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സും കാര്യങ്ങളും ജീവിച്ചു പോകാനും പറ്റത്തുള്ളൂ. അപ്പം വള്ളംകളി എന്ന് പറഞ്ഞാൽ രക്തത്തിൽ തന്നെയല്ല, എല്ലാം ജീവിതോപാധി വരെ വള്ളംകളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷം വള്ളംകളി സർക്കാർ വീണ്ടും കൊണ്ടുവന്നതിൽ. മനോജേട്ടൻ എന്താ പറയാനുള്ളത്? ഞങ്ങൾ ഈ പ്രാവശ്യവും ഞങ്ങൾ ജയിക്കുമെന്ന് തന്നെ പറയുന്നു. ഞങ്ങൾ പല വള്ളങ്ങളും എടുത്ത് ഒരു പ്രാവശ്യം എടുക്കുന്ന വള്ളമല്ല, പിറ്റേ പ്രാവശ്യം എടുക്കുന്ന ഓരോ വള്ളങ്ങളും മാറി മാറി എടുത്തുകൊണ്ട് ഓരോ വള്ളത്തിനെയും ഞങ്ങൾ കരകയറ്റി വിടുകയാണ്. ആരെങ്കിലും വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ? വെല്ലുവിളി ഞങ്ങളുടെ ഉയർത്തത്തില്ല. ഒരു മറ്റുള്ള കുറേ പ്രൊഫഷണൽ ടീമിനെ മറ്റുള്ള ക്ലബ്ബുകാർ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ വള്ളത്തെ തുഴയുന്ന എല്ലാം നമ്മുടെ നാട്ടിൻപുറത്തുള്ള പിള്ളേരാണ്, പ്രൊഫഷണൽ പിള്ളേരല്ല. അപ്പം ഈ പിള്ളേർ 30 ദിവസം ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. മറ്റുള്ള പ്രൊഫഷണൽ കളിക്കാരെ കൊണ്ട് അവർ വർഷങ്ങളോളം 10-20 വർഷം മിലിറ്ററിക്ക് അവർക്ക് വേണ്ടി തുഴയുന്ന പിള്ളേരാണ്. അവരിപ്പം മറ്റുള്ള ക്ലബ്ബ് കൊണ്ട് കളിക്കുന്നത്. അപ്പോൾ അവർ 25% NDR പറയുന്നുണ്ട് അവരെ കൊണ്ട് കളിപ്പിക്കാമെന്ന്. പക്ഷെ അത് ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണമാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം അവർ അത്രയ്ക്ക് പവറാണ് കിട്ടുന്നത്. 45 ദിവസത്തെ ട്രെയിലാണ് ഈ പ്രാവശ്യം. 30 ദിവസമല്ലേ? ഓക്കെ, മറ്റേ തടിത്തുഴയും പനത്തുഴയും അങ്ങനെ എന്തോ ചെറിയ പ്രശ്നങ്ങളൊക്കെ അല്ല, പാരമ്പര്യമായിട്ട് പനംതുഴയാണ്. മറ്റത് മത്തിത്തുഴ എന്നാണ് പറയുന്നത്. ഇപ്പം കളി പ്രൊമോഷൻ ആയപ്പോഴത്തേക്കും സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പല രീതിയിലും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പനയിൽ തന്നെ ഞങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ കളിക്കുന്നത്. എല്ലാ കളിയിലും ഞങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ കളിക്കുന്നത്. യാതൊരു കൃത്രിമവും ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇപ്പം പ്രൊഫഷണലെ കൊണ്ടുവന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ നാട്ടിൽ ഇപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഞങ്ങളുടെ കോച്ചിങ് 2 പേരുണ്ട്. പുള്ള ഫാദർ വള്ളം തുഴയുന്ന വള്ളത്തിൽ പങ്കായം പിടിക്കുന്ന ആളാണ് വർഷങ്ങളായിട്ട്. പുള്ളി 2 പ്രാവശ്യം കാരിച്ചാ വള്ളത്തെ പങ്കായം പിടിച്ച് ജയിപ്പിച്ച ആളാണ്. പള്ളാത്തുരുത്തിക്ക് വേണ്ടി ജയിപ്പിച്ചു. ആ പുള്ളിയുടെ മക്കളാണ് 2 പേർ പ്രൊഫഷണൽ കോച്ചുമാർ. അവരാണ് മറ്റുള്ള പിള്ളേർ ട്രെയിൻ ചെയ്യുന്നത്. അവർക്ക് വെള്ളവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളത് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനൊരു ടീമിനെ മാത്രമേ ഞങ്ങൾക്ക് പറ്റും. അന്നത്തെ ഒരു ദിവസത്തെ നമ്മുടെ ഒരുക്കങ്ങളും എങ്ങനെയൊക്കെയായിരിക്കും? ആഘോഷങ്ങളും ഒരുക്കങ്ങളും ഒക്കെ വള്ളങ്ങളുടെ അന്നത്തെ കാര്യമാണ്. അന്നൊരു രക്ഷയില്ല. അന്ന് എല്ലാ വീട്ടിലും ഓണത്തിനെക്കാട്ടി ഗംഭീരമാണ്. ഓണത്തിന് പച്ചക്കറിയല്ല, തിരുവോണത്തിന് ഇത് ഇറച്ചി, മീൻ കാര്യങ്ങളൊക്കെയാണ്. ഓണത്തിനെക്കാട്ടി കോസ്റ്റാണ് വള്ളംകളിയുടെ കുട്ടനാട്ടുകാർക്ക് എല്ലാ വീട്ടിലും. അപ്പോൾ PBC പള്ളാത്തുരുത്തിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വിജയിക്കട്ടെ, ഇത്തവണയും കിരീടം നേടട്ടെ. നേടും, ഉറപ്പ് 100%. അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചാലോ? ഫുഡിന് എല്ലാം ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. വാ. അപ്പൊ ഈ കാണുന്ന എല്ലാവിധ ഫുഡിന്റെയും തല നമ്മുടെ കൗമാരി ചേച്ചിയാണ്, അല്ലെങ്കിൽ കൗമാരി അമ്മയാണ്. അമ്മ, എന്താണ് ഈ ഫുഡിന്റെ ഒക്കെ ഒരു കൂട്ട്, അല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന അമ്മയാണെന്ന് അറിഞ്ഞത്? അതെ, ഞാൻ തന്നെയാണ്. ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ ആരും ഇല്ല, ഒരു കൈ പരത്തില്ല, ഞാൻ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ വയ്യ, ഇപ്പൊ എല്ലാരും ചെയ്യും. ഞാൻ പിന്നെ അതിന്റെ എല്ലാം നോക്കും. അവർ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ എല്ലാം ഒന്ന് നോക്കിയൊക്കെ വെക്കും, അത്ര തന്നെ. ഇതിന്റെ എല്ലാം അളവും എല്ലാം എന്റെ കണക്ക് അതെല്ലാം ഞാൻ കഴിഞ്ഞിട്ടുള്ള കണക്ക്. ഇവിടെ ഇപ്പം എത്ര തരം കറികളുണ്ട്? ഇവിടെ ഇപ്പം ചോറിന്റെ കൂടെ ഇപ്പം 10 കൂട്ടം കറിയുണ്ട്. 10 കൂട്ടം ചോറിന്റെ കൂടെ.
ചോറിൻ്റെ കൂടെ 4 കൂട്ടം തൊടുകറി, സാമ്പാർ, പപ്പടം, മീൻകറി, മീൻ വറുത്തത്, പുളിശ്ശേരി, പച്ചമോര്. അപ്പോൾ ഈ പപ്പടം കുറച്ച് നാളില്ലായിരുന്നു. ഇപ്പോൾ ഓണം വന്നപ്പോൾ പപ്പടം കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ എന്നും പപ്പടമുണ്ട്, സാമ്പാറും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇന്ന് സ്പെഷ്യൽ തലക്കറി. കേര, നെമ്മീൻ ചൂര, പിന്നെ വരാല്, കരിമീൻ. ഇന്നുള്ള ഐറ്റങ്ങൾ ഇതൊക്കെയാണ്. കരിമീൻ, ചെമ്പല്ലി, സിലോപ്പിയ, ചെമ്മീൻ, കൂന്തല്, ബീഫ്, കൊക്കാർച്ചി, മത്തി മുളയിൽ വെച്ചുണ്ട്. പിന്നെ ചോറിന് കറി വേറെ ഉണ്ട്. പിന്നെ ഞണ്ട്, പൊടിമീൻ വറുത്തത്, കക്ക ഇറച്ചി. ഇന്നൊരു എല്ലാ ദിവസവും ഒരു 10-15 ഐറ്റം ഈ 10 കൂട്ടം കൂടാതെ ഉണ്ട്. എല്ലാ മീനും ഉണ്ട്. എന്നാൽ നമ്മൾ 50 വർഷമായ സ്ഥാപനമായത്. 50 വർഷമായ സ്ഥാപനം. അപ്പം നമ്മളെല്ലാം അറിയാവുന്നവരും നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം നമ്മൾ അവിടെയൊക്കെ പോയി കൊണ്ടുവരും. ഇതൊക്കെ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് ആളുകൾ ഓടി വരുവേ, ഇവിടെ വന്നാൽ ഇന്നത് കിട്ടുമെന്നും പറഞ്ഞു. ഓരോ ഹോട്ടലിൽ കിട്ടാൻ സാധനം ഇവിടെ കിട്ടുമെന്ന് അറിയാം. അങ്ങനെ വരും. ഒരു മുടക്ക ദിവസമാണ് നമ്മളത് മുടക്കാന്ന് വെച്ചാലും അത്ര അത്യാവശ്യം മാത്രമേ മുടക്കത്തുള്ളൂ. ഫുൾ ടൈമാ. ഇത് ഊണിന്റെ കൂടെ വെക്കുന്ന മീൻ ഫ്രൈ. ഇത് വെച്ചില്ലല്ലോ, മൈക്ക് വെച്ചില്ലല്ലോ. അതെല്ലാരും പറയാറുണ്ട്. അവന്റെ ചിരിയാണ് ഹൈലൈറ്റ്. അമ്മച്ചി പറയുന്നത് മരുമക്കളല്ല മക്കളുമാരാണെന്നാണല്ലോ. അത്രയ്ക്ക് ആത്മാർത്ഥതയോടെയാണോ പണിയെടുക്കുന്നത്? പണിയെടുക്കുന്നതല്ല പറഞ്ഞത്, എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. നമ്മളും അങ്ങനെ തന്നെയല്ല, ഞാൻ നേരായിട്ട് പറയുക. ചേച്ചിയുടെ പേര് കവിത. ചേച്ചി, അപ്പം മറ്റന്നാളാണ് ആലപ്പുഴയെ ആവേശം കൊള്ളിക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി. ചേച്ചി ആരുടെ ഫാനാണ് അല്ലെ സപ്പോർട്ടറാണ്? PBC. നിങ്ങളുടെ വള്ളമാണ്, ഞങ്ങളുടെ കരക്കാരുടെ വള്ളമാണ്. അങ്ങനെ ആലപ്പുഴക്കാർ മുഴുവൻ ആഘോഷ തിമിർപ്പിലാണ്. ഇനി വെറും 2 ദിവസങ്ങൾ മാത്രം ബാക്കി. ആരാണ് ആ വെള്ളിക്കപ്പിൽ മുത്തമിടുന്നതെന്ന ആകാംക്ഷയിലാണ് എല്ലാവരും. ആലപ്പുഴയിൽ നിന്നും ക്യാമറാമാൻ രതീഷ് രാജിനൊപ്പം അലിഡ മരിയ ജിൽസൺ, സിബിൻ സേഫ്, കൈരളി ന്യൂസ്.